ഇത് ഒരിക്കലും ചേർന്നതല്ല. ഈ സ്ത്രീകളെ, ഈ അമ്മമാരെ കണ്ടില്ലെന്ന് അദ്ദേഹം ഒരിക്കലും നടിക്കരുത്. ഞങ്ങൾ വാശിക്ക് കിടക്കുന്നവരല്ല. മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം ഞങ്ങളുടെ കുടുംബം പുലർന്നു പോകാനുള്ള മാന്യമായ ഒരു വേതനം നൽകാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾ ഭാരിച്ച ലക്ഷങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നില്ല, കോടികൾ ചോദിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിഞ്ഞൂടെ ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളമെന്ന്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നവരാണ്. എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നവരാണ്. ഈ തുച്ഛമായ 232 രൂപ ലഭിക്കുന്നതിൽ നിന്നും ടാക്സ് കൊടുത്താണ് ആശയം സാധനം മേടിക്കുന്നത്. ഈ ജനങ്ങളുടെ നികുതി പണമല്ലേ നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ ഭരണ സംവിധാനത്തിനും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു സർക്കാരും സ്വന്തമായി കാശ് കൊണ്ട് വന്ന് ഇവിടുത്തെ സംവിധാനം ചെയ്യുന്നതല്ല. ഭരണ സംവിധാനം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിൽ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച ആൾക്കാർ ജനങ്ങളുടെ കാര്യം നോക്കണം. ജനങ്ങളുടെ കാര്യം നോക്കിയിട്ട് വേണം അവരെ സ്വന്തം കാര്യം നോക്കാം. അതാണ് രാഷ്ട്രീയം, അതാണ് സന്നദ്ധ പ്രവർത്തനം. ഞങ്ങളെ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയില്ലേ, ഞങ്ങൾ ജോലി ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വേതനം കിട്ടുന്നത്. അപ്പോൾ പക്ഷേ ഇവർക്കൊക്കെ എല്ലാ മാസം കിട്ടാറില്ലേ? അപ്പോൾ ഇതെന്ത് സന്നദ്ധ പ്രവർത്തനം?